ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ രാവിലെ ഞാൻ 5:30 ആയപ്പോൾ എണീറ്റ ഉടനെ ഉണ്ണിമോൾ എൻ്റെ ഒപ്പം എഴുന്നേറ്റ് വരാനുള്ളത് അത്ര പാടിലാണ്. ഞാൻ എപ്പോൾ എണീറ്റാലും അവൾ ഒപ്പം എണീക്കും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊന്നൂന് അത് ഇടിയപ്പം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇടിയപ്പമൊക്കെ രാവിലെ തയ്യാറാക്കി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരാഴ്ചത്തെ വീട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം റെഡി ആവുമെന്ന് അറിയില്ല. അപ്പോൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെയ്ത് വെച്ചതിന് ശേഷം ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷമാണ് മീൻ വന്നത്. മീൻ വന്നപ്പോൾ വേഗം ഞാൻ മീനൊന്ന് ക്ലീൻ ചെയ്ത് മുളകൊക്കെ തിരുമ്മി വെച്ചതിന് ശേഷം ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഉണ്ണിയും കുഞ്ഞായതുകൊണ്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ഓടി വരും. പിന്നെ ഉണ്ണിമോളുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഞാൻ മീൻ വെട്ടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോളെ കുളിപ്പിച്ച് അവൾക്ക് ഉറങ്ങാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഉണ്ണിമോൾക്ക് പുരുകങ്ങളൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ അനങ്ങാതിരിക്കും കേട്ടോ. പുരുകം എഴുതുമ്പോഴും പൊട്ട് ഇടുമ്പോഴൊക്കെ ഉണ്ണിമോൾ നല്ല സൈലൻ്റായിട്ടിരിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തു. രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് രാവിലെ മേക്കപ്പ് ഒന്നും ചെയ്യാനുള്ള സമയമില്ല. വേഗം ഒന്ന് കുളിപ്പിച്ച് നിർത്തുമ്പോഴേക്കും തന്നെ അവളെ നോക്കുന്ന ആൻറ്റി വരും. പിന്നെ ആൻറ്റിയുടെ കയ്യിൽ കൈമാറിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. പൊന്നൂനെയും പാറുവിനെയും രാവിലെ നേരത്തെ തന്നെ സ്കൂളിൽ വിടും. അതിന് ശേഷമാണ് ഞാൻ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. സ്കൂളിൽ പോകുന്ന ദിവസം നല്ല തിരക്കാണ്. രാവിലെ എല്ലാവരും ഓടി പാഞ്ഞാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സൺഡേ ആണെങ്കിലും എനിക്ക് തിരക്ക് തന്നെയാണ്. ഒരാഴ്ചത്തെ ജോലികൾ മുഴുവൻ വീട്ടിലേക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്ന മഴ ദിവസവും കൂടെ ഒക്കെ ആയതുകൊണ്ട് തുണിയെടുത്ത് വെളിയിലിടും, വീണ്ടും തുണിയെടുത്ത് തിരിച്ചിടും. ഇതിനിടയിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ണിമോൾക്ക് നമ്മൾ മറുകൊക്കെ തൊട്ട് കൊടുക്കുക. അപ്പോൾ പാറു പറഞ്ഞ് അവൾക്ക് ഒരു മറുകും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവളുടെ താടയമേൽ ഒരു മറുകും കൂടെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് പൗഡറൊക്കെ ഇട്ട് സുന്ദരിമണിയാക്കി ഉണ്ണിമോളെ റെഡിയാക്കി. അപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു കണ്ണാടി നോക്കണം എന്ന് പറഞ്ഞു. സുന്ദരിയായത് കണ്ണാടി നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവൾ കണ്ണാടി എടുത്തിട്ട് ഇങ്ങനെ പല പല പോസിലൊക്കെ നിന്ന് നോക്കും. അലമാരിയുടെ അവിടുത്തെ ഗ്ലാസ്സിലൊക്കെ പോയി നിന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമൊക്കെ ഓരോ ഷേപ്പ് ചെയ്തൊക്കെ നിർത്തിക്കൊണ്ടൊക്കെ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ചെറിയ രീതിയിൽ ഞാൻ റാഗി ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. 2 വയസ്സായി എങ്കിൽ കൂടിയും ഇഷ്ടമില്ല. എന്നാലും ഞാൻ ഒരു നേരം വല്ലപ്പോഴും ഒക്കെ അതും കൊടുക്കാറുണ്ട് കേട്ടോ. പ്രതിരോധ ശേഷിയൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ് റാഗി. പിന്നെ ആ തൊട്ടിയിൽ കിടത്തി അവളെ ഉറക്കി. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടന്നത്. കുറച്ച് മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്യാണ്. ഞാൻ ഫാസ്റ്റാക്കിയിട്ടിരിക്കുകയാണ്, വീഡിയോ ലോങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ ജനലൊക്കെ ഒന്ന് തുടയ്ക്കേണ്ടതുണ്ടായിരുന്നു. ജനൽ, വാതിലുകൾ. പിന്നെ ഇതാ ഉണ്ണിമോള് സ്റ്റൂളിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ മറിച്ചിട്ട് പൗഡറൊക്കെ മറിച്ചിട്ടിട്ട് അതിട്ട് നിരത്തൊക്കെയാണ് പണി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ഷെൽഫ് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഫോട്ടോസൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലമേ അവിടെ ഒത്തിരി ഫോട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോസൊന്നും വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവങ്ങളുടെ ഫോട്ടോയുടെ ഇടയിൽ നമ്മളുടെ ഫോട്ടോസും ഒക്കെ വെച്ചാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കെല്ലാവരെയും വിശ്വാസമാണ്, ഹിന്ദു, ക്രിസ്ത്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ കുറേ ഫോട്ടോസാണ് ഉണ്ടല്ലേ. എല്ലാ ദൈവങ്ങളും ഉണ്ട്. മാതാവുണ്ട്, പിന്നെന്താണ് സരസ്വതി ദേവിയുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മൾ ഭക്തരാണ്. ഇത് ഞങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഇത് ഉണ്ണിയും പൊന്നും മാത്രമുള്ള സമയത്ത്, ഉണ്ണിയല്ല പാറും പൊന്നും മാത്രമുള്ള സമയത്ത്. ഇപ്പം ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾ 3 മക്കളും. ഇത് പാറു കുഞ്ഞായിരുന്നപ്പോഴത്തെ ചെറുതിലെ ഫോട്ടോ. ഇത് പൊന്നൂൻ്റെ ചെറുതിലെ ഫോട്ടോയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഉണ്ണിക്കുട്ടി. അപ്പോൾ ഉണ്ണിക്കുട്ടിയും പാറും ഏകദേശം ചെറുതിലെ ഒരേപോലെയാണ് ഇരുന്നത്.
ഫോട്ടോസ് ചെറുതിലത്തെ ഫോട്ടോ കാണുമ്പോൾ അറിയാം. പാറു കുറച്ചും കൂടി തടിച്ചിട്ടായിരുന്നു. ഇതാണ് പാറു. അപ്പോൾ അവരുടെ മുഖം ഒരുമിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ഇതേ ഉണ്ണിമോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ പൊന്നും പാറും കൂടെ അവളെ വരുമ്പോൾ വാതിലടച്ചിട്ടിട്ട് അവളുമാർ ഉള്ളിലിരുന്ന് കളിയാണ്. ഉണ്ണി ഇവർ കളിക്കുന്നതൊക്കെ നിരത്തു എന്ന് പറഞ്ഞിട്ടേ. അപ്പോഴേക്കും ഞാൻ വീണ്ടും തുണി ഇട്ടത് വിണ്ടേ എടുത്തത് അകത്തിടുകയാണ്. മഴ പെയ്യാൻ തുടങ്ങി. ഇത് തന്നെയാണ് മെയിൻ പണി. തുണിയെടുത്ത് വീണ്ടും കൊണ്ട് സെറ്റിൽ കൊണ്ടിടുന്നു, തിരിച്ചു കൊണ്ട് വീണ്ടും വിരിക്കുന്നു. ഇത് തന്നെ കുറേ സമയത്തെ അങ്ങനത്തെ ഒരു പണി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് അമൃതം പൊടി, അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് കൊടുത്തു. അപ്പോൾ അവൾ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. ശരിക്കും 1 മണി ഒക്കെ കഴിഞ്ഞു. കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഷോപ്പിങ്ങിന് പോയി. സൺഡേ ആണ് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇന്ന് ഏട്ടനില്ലാത്തത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞാൻ തന്നെ പോകണം. അങ്ങനെ പോയി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവരിവിടെ അടുത്ത വീഡിയോയ്ക്കുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പാവേനെ വെച്ചിട്ട് മക്കൾ കളിയാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയാണ്. ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്നും പാറുവാണ് ഇത് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഉണ്ണി അതിനിടയിൽ പോയി ഇവരുടെ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ്. ഇവർ ഉണ്ണിയെ മാറ്റി നിർത്തിയിട്ടാണ്. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യമാണ് അവരുടെ കൂടെ കളിക്കാൻ പറ്റാത്തതിൽ. അപ്പോൾ അടുത്ത വീഡിയോ ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അവരുടെ തന്നെ ഇതാണ്. ഞാനിപ്പോൾ ഈ ഫോണിൽ നിന്നുള്ള കുട്ടികളുടെ അധികം ഫോൺ ഉപയോഗമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഓരോന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 4 മണി 4:30 ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ചോക്കോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാലിട്ട് തിളപ്പിച്ച് അവർ അതാണ് കഴിക്കുന്നത്. ഇങ്ങനെ 3 ആൾക്കും വേണ്ടിയിട്ട് 3 പാത്രത്തിലൊക്കെ ആക്കി. ഉണ്ണിമോള് കഴിക്കില്ല, കുറച്ചേ കഴിക്കുള്ളൂ. ഇനി ഇവർ കഴിക്കുന്ന കണ്ടുകൊണ്ട് അതുകൂടി എടുക്കും. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫുള്ളൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്